സ്റ്റിയറിംഗ് വീൽ നമ്മളിപ്പോൾ അഴിക്കാനായിട്ട് പോവാണ്. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് ആവുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് അഴിക്കാനായിട്ട് പോവാണ്. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു ബലേന വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് എറണാകുളത്ത് വന്നിട്ടുള്ളത്, ഇത് നമുക്ക് ഇടുക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോപ്പ് എൻഡിൽ ആ ഒരു സ്റ്റിയറിംഗും സ്പീക്കേഴ്സും ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് എൻഡിൽ ആ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ആക്കിയിട്ടുണ്ട്, ബേസ് മോഡലിനെ മാറ്റിയിട്ട്. അപ്പൊ അതിൽ നിങ്ങൾ ബേസ് മോഡലിന്റെ സ്റ്റിയറിംഗ് കണ്ടു. ഇതാണ് ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഇതേപോലത്തെ സ്റ്റിയറിംഗ് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുള്ള വർക്കാണ്. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ വാർണിംഗ് സൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ആ ഒരു എയർ ബാഗിന്റെ വാർണിംഗ് ഇല്ല, അതേപോലെ തന്നെ ആംഗിൾ സെൻസറിന്റെയും വാർണിംഗ് ഇല്ല. പക്കയായിട്ട് തന്നെ നമ്മളിത് ഇവിടെ പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം വെച്ചാൽ ആംഗിൾ സെൻസറൊക്കെ കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ ഇത്തിരി പണി തന്നെയാണ് അത് റിപ്പയർ ചെയ്ത് എടുക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഇതേപോലെ സ്റ്റിയറിംഗ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ ഷോപ്പിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതേവരെ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് ഇതേപോലെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആവുകയാണെന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള അടുത്ത നല്ലൊരു വീഡിയോ കാണാം.